ഇന്ന് നമുക്ക് ഇഞ്ചി കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് 450 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വെള്ളം കംപ്ലീറ്റ് ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ വളരെ തിന്നായിട്ട് റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ ഒരു തിക്നെസ്സിലൊന്ന് കട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു തിക്നെസ്സിൽ റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് വറുത്ത് എടുക്കുക. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കരിഞ്ഞാൽ പിന്നെ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ബാക്കിയിരുന്ന ഇഞ്ചിയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉള്ളിയും എരിവിനനുസരിച്ചിട്ട് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ വലിപ്പമുള്ള 6 ഉള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം എരിവുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാളൻപുള്ളിയാണ്. വലിയൊരു നാരങ്ങ വലിപ്പത്തിനുള്ള വാളൻപുള്ളി ഞാനിവിടെ 1/2 കപ്പോളം വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം വറുത്തെടുത്തിട്ടുള്ള ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പം കുതിർത്തി വെച്ചിട്ടുള്ള വാളൻപുള്ളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പുളിവെള്ളം അതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് എന്നിട്ടൊരു പാൻ ചൂടാക്കുക. നമ്മളിപ്പം ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സെയിം ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണയൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പം അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും ചെറിയൊരു തണ്ട് കറിവേപ്പിലയും ചേർക്കുവാണ്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുവാണ്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയും 1/4 ടീസ്പൂൺ കായം ചേർക്കുവാണ്. ഇനി നമുക്ക് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും ആ ഒരു അരപ്പും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർക്കരുത്. നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 1.25 കപ്പ് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കുറുകി വരും. അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.